നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായിൽ വിനോദ പരിപാടികൾക്കുള്ള അനുമതി ദുബായ് ടൂറിസം വകുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ട്വിറ്ററിലൂടെയാണ് ദുബായ് മീഡിയ ഓഫീസർ ഇക്കാര്യം അറിയിച്ചത്. ദുബായ് ആരോഗ്യ വകുപ്പുമായി ടൂറിസം വകുപ്പ് കോവിഡ് സംബന്ധിച്ച പുരോഗതി വിലയിരുത്തുന്നത് തുടരുവാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ കോവിഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതിരുന്നതിന് 20 സ്ഥാപനങ്ങളാണ് അധികൃതർ അടച്ചത്. കൂടാതെ 200ഓളം കോവിഡ് നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ദുബായിൽ കൂടുതൽ മുൻകരുതൽ വിനോദ പരിപാടികൾക്കുള്ള അനുമതി താൽക്കാലികമായി റദ്ദാക്കുന്നത് എന്നും മീഡിയ ഓഫീസർ ട്വീറ്റ് ചെയ്തു. യുഎഇയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസേന 3000-ലും കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വ്യാഴാഴ്ച പുതുതായി 3529 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. 4 പേർ മരിക്കുകയും ചെയ്തു. ചികിത്സയിലായിരുന്ന 3901 പേർ രോഗമുക്തി നേടുകയും ചെയ്തതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗം സ്ഥിരീകരിച്ച 2,67,258 പേരിൽ നിന്നും 2,39,170 പേരും രോഗമുക്തി നേടി. ആകെ മരണം 766 നിലവിൽ 27,170 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. പുതിയതായി നടത്തിയ കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെ 2.4 കോടി കോവിഡ് പരിശോധനകൾ രാജ്യത്ത് പൂർത്തിയായി. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനൊപ്പം ദുബായ് ആശുപത്രികളിലെ അത്യാവശ്യമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും 1 മാസത്തേക്ക് നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. ദുബായ് ആരോഗ്യ വകുപ്പിന്റേതാണ് നിർദ്ദേശം. തീരുമാനം പ്രാബല്യത്തിൽ വന്നു. കോവിഡ് രോഗികളെ പരിചരിക്കാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനാണ് നടപടി. ഫെബ്രുവരി 19 വരെ അത്യാവശ്യമല്ലാത്ത ശസ്ത്രക്രിയകൾ നടത്തരുതെന്നാണ് ദുബായ് ആരോഗ്യ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആശുപത്രികളോടും 1D സർജറി ക്ലിനിക്കുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണ കാലയളവ് കൂട്ടിയേക്കാനും സാധ്യതയുണ്ടെന്ന് അതോറിറ്റി വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അത്യാവശ്യ സർജറികൾ ചെയ്യാം. ന്യൂറോ സർജറി, ഓർത്തോപീഡിക് ഓപ്പറേഷനുകൾ, കാർഡിയാക്, റേഡിയോളജിക്കൽ ചികിത്സാ നടപടികൾ, യൂറിനറി സ്റ്റോണുകളും സെന്ററുകളും നീക്കം ചെയ്യൽ, ജനറൽ സർജറി, ഒപ്താൽമോളജി, പീഡിയാട്രിക് ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ അത്യാവശ്യ ശസ്ത്രക്രിയകൾക്കും നിയന്ത്രണം ബാധകമല്ല. കോവിഡ് സാഹചര്യത്തിൽ പൊതുജനാരോഗ്യം ഏറ്റവും സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നും മീഡിയ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.